ഫ്രണ്ട്സിൻ്റെ സഹായത്തോടെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കോർണർ ഷോപ്പ് ഏറ്റെടുത്ത് നടത്താൻ ആരംഭിച്ചു. വിജയുടെ സമയം നല്ലതായതുകൊണ്ട് ഷോപ്പ് വലിയ ലാഭത്തിലായി. എന്നാ ഈസ്റ്റ് ലണ്ടനിലെ പല ഭാഗങ്ങളായി 10-12 കോർണർ ഷോപ്സ്, കൂടാതെ ഒരു മണി ലെൻഡിങ് എന്റർപ്രൈസ്. സോ വിജയ് ദാസ് ഇസ് ഫ്ലൈയിങ് ഹൈ, isn't it? ഹേ, അങ്ങനെയൊന്നുമില്ല സർ. സാറിൻ്റെയൊക്കെ മുമ്പിൽ ശരിക്കും ആ മെയിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നോടുള്ള ദേഷ്യമെല്ലാം മാറി. ബിക്കോസ് ഒരു 30 കൊല്ലം മുമ്പുള്ള എന്നെക്കുറിച്ച് തന്നെയാണ് ഞാൻ അതിൽ വായിച്ചത്. അന്നൊരു കുര്യച്ചാൻ, ഇന്നൊരു അസിയേട്ടൻ, അത്രയൊക്കെ മാറ്റങ്ങളേ ഉള്ളൂ. നേടിയതിലൊന്നും തൃപ്തി വരാതെ പിന്നെയും വെട്ടിപ്പിടിക്കാനുള്ള പാഷനൊക്കെ എനിക്ക് എന്നേ ഇല്ലാതായി. കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ നിലനിന്ന് കാണണം, അത്രേ ഉള്ളൂ. ഇപ്പം ഫാമിലി ലൈഫിൽ കുറേ ട്രാജഡീസ് ഉണ്ടായിരുന്നു. 5 കൊല്ലം മുമ്പ് ഭാര്യ മരിച്ചത്. അതിൻ്റെ പിറ്റേ കൊല്ലം ഒരു ആക്സിഡൻറ്റിൽ മകനും പോയി. ഹി വാസ് ഓൺലി 26. ഇനി ആകെ ഉള്ളതൊരു മകളാണ്, പവിത്ര. ബിസിനസ്സിൻ്റെ എല്ലാ ട്രിക്സും ടേൺസും അറിയാവുന്ന ഒരാളാവണം നമുക്ക് ലൈഫ് പാർട്ട്ണറായി വരേണ്ടത്. അതെനിക്ക് നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ ഞാനായിട്ടുണ്ടാക്കിയതൊക്കെ നിലനിൽക്കൂ.